മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോയുടെ സംരക്ഷണവും സഹായവും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിന്റെ 11-ാമത്തെ അധ്യായത്തിന്റെ 29-ാമത്തെ തിരുവചനത്തിലൂടെ ഈശോ പറയുകയാണ്, ഈ തലമുറ ദുഷിച്ച തലമുറയാണ്. എന്തുകൊണ്ടെന്നാൽ ഇവർ അടയാളം അന്വേഷിക്കുന്നു, എന്നാൽ യോനായുടെ അടയാളമല്ലാതെ ഇവർക്ക് മറ്റൊരു അടയാളവും നൽകപ്പെടുകയില്ല. ഈ കാലഘട്ടത്തിൽ നമ്മൾ നോക്കിയാൽ ഈ വചനം ഈ കാലഘട്ടത്തിന് അനുയോജ്യമായൊരു വചനമാണ്. കാരണം അത്ഭുതങ്ങളും അടയാളങ്ങളും അന്വേഷിക്കുന്ന ഒരു തലമുറയായത്, അത്ഭുതങ്ങളും അടയാളങ്ങളും ഇല്ലെങ്കിൽ ദൈവസാന്നിധ്യം ഇല്ലെന്ന് പറയുന്ന ഒരു തലമുറയായത്. ഈ തലമുറയ്ക്ക് മുൻപിൽ ദൈവം നൽകിയിരിക്കുന്ന ഏക അടയാളം അത് യോനായുടെ അടയാളമാണ്. അത് മറ്റൊന്നുമല്ല, മാനസാന്തരത്തിന്റെ അടയാളമാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ അനുഗ്രഹം നിറയണം, നിന്റെ കുടുംബത്തിൽ ഉയർച്ചയുണ്ടാകണം, നിന്റെ മക്കൾ വഴുതിച്ചു പോകാതെ ജീവിതത്തിൽ ഉയർച്ച പ്രാപിക്കണമോ, നിന്റെ അധ്വാന മേഖലകളിൽ ഉയർച്ചയുണ്ടാകണമോ, നീ മാനസാന്തരത്തിന്റെ വഴി സ്വീകരിക്കണം. ഇതുവരെ നീ നടന്ന വഴികളിൽ നിന്നൊന്ന് വിട്ടുമാറി പുതിയൊരു ജീവിതം, അത് ക്രിസ്തുവിന്റെ ജീവിതം നിന്റെ ജീവിതത്തിൽ നീ സ്വീകരിക്കുവാനായിട്ട് തയ്യാറായാൽ നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. ഈ ഒരു അടയാളവും ഈ ഒരു അത്ഭുതവും അല്ലാതെ മറ്റൊരു അടയാളവും മറ്റൊരു അത്ഭുതവും നൽകപ്പെടുകയില്ലെന്ന് പറയുക മാനസാന്തരം. പ്രിയപ്പെട്ടവരെ, നിന്റെ ജീവിതത്തിലെ കഴിഞ്ഞ കാലത്തിലെ നീ ചെയ്ത സകല ദുഷ്പ്രവൃത്തികളെയും പഴയ മനുഷ്യനോടുകൂടെ ഉരിഞ്ഞു മാറ്റാൻ നീ തയ്യാറാവണം. പുതിയ മനുഷ്യനെ നീ ധരിക്കണം. നന്മയുടെ, സത്യത്തിന്റെ, സ്നേഹത്തിന്റെ, വിശുദ്ധിയുടെ, കൃപയുടെ, പ്രാർത്ഥനയുടെ പുതിയൊരു മനുഷ്യനെ നീ ധരിക്കുവാനായിട്ട് തയ്യാറായാല് നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. ഇതാണ് അത്ഭുതം. ഈ ഒരു അടയാളമല്ലാതെ മറ്റൊരു അടയാളവും നിനക്ക് നൽകപ്പെടുകയില്ല. കരങ്ങളെ യാചനയോടെ പിടിച്ച് ഈശോയെ, മാനസാന്തരത്തിന്റെ കൃപ എനിക്ക് നൽകണമേ എന്നപേക്ഷിച്ച് ജീവിതത്തെ സമർപ്പിച്ച് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, മക്കളെ ഓരോരുത്തരെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഇവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതത്തിന്റെ വഴികളിൽ നിന്ന്, ഇവരുടെ അധ്വാന മേഖലകളിൽ നിന്ന് എല്ലാ തിന്മകളും, ബന്ധനങ്ങളും, കെട്ടുകളും വിട്ടുമാറട്ടെ. മാനസാന്തരത്തിന്റെ കൃപ ഇവർക്ക് ലഭിക്കട്ടെ, അഭിഷേകം ഇവർക്ക് ലഭിക്കട്ടെ. ഇവരുടെ വഴികൾ അനുഗ്രഹീതമാകട്ടെ, കുടുംബങ്ങൾ ആശീർവദിക്കപ്പെടട്ടെ, അധ്വാന മേഖലകൾ ആശീർവദിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ എന്നേക്കും ആമേൻ.